എഴുതി വെച്ചിട്ടുണ്ട് കാവൽപ്പുരയിടം. നിങ്ങൾ വായിച്ചോ, ഞാനൊന്നും പറയുന്നില്ല. നമ്മുടെ വൈസ് ചാൻസലർ വർഗീസ് പൊട്ടക്കൽ അല്ലെങ്കിൽ കല്ലുങ്കൽ വീട്ടുപേർ വെച്ച ഇവരെ എനിക്ക് തോന്നുന്നു ഇവരെ വെക്കുന്നുണ്ട് സ്ഥാനങ്ങളിലേക്ക്. നമ്മളെ സമയത്താണ് അതൊക്കെ ലംഘിച്ചുകൊണ്ട് അത് കഴിഞ്ഞുള്ള ജൂലൈ മാസം 1-ാം തീയതി ഇവിടെ കൂരിയയിലുള്ള കുറെ പൊട്ടന്മാർ കാവൽപ്പുരയും നമ്മുടെ കൂരിയ ബിഷപ്പ് ഉൾപ്പെടെയുള്ള ആൾക്കാരെല്ലാം കൂടെ നമ്മുടെ വിമക് കോമന്മാരെ വെച്ചുകൊണ്ട് സിനിമയുടെ അഗ്രിമെന്റ് സൈൻ ചെയ്തു. സമവായം എന്ന് പറയുന്നത് എന്തുവാ? രണ്ടു കൂട്ടത്തിലുള്ള ആൾക്കാരൊക്കെ സമവായത്തിലൂടെ പ്രസക്തിയുള്ള വേറെ കാര്യം. രണ്ടു കൂട്ടത്തിലുള്ള ആൾക്കാരുമായിട്ട് ചർച്ച ചെയ്തിട്ട് സമവായം ചെയ്യുന്നത് അല്ലേ? ശിവമലബാർ സഭയുടെ സിനഡ് തീരുമാനിച്ചതിനെ സമവായം എന്ന് പറയുന്ന സംഭവം നിൽക്കുന്നില്ല. പിതാക്കന്മാരെല്ലാവരും കൂടി ഒരുമിച്ചിരുന്നാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. തീരുമാനങ്ങൾ എടുത്ത് നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്തം മാത്രമേ ഉള്ളൂ. നമ്മുടെ അൺഫോർച്ചുനേറ്റ്ലി എനിക്കറിയാമല്ലോ, ഇവിടെ പറയുന്നത് ശരിയാണെന്ന് അറിയാമല്ലോ, എന്നിപ്പോഴും ഞാൻ പറഞ്ഞിരിക്കും. നമ്മളുടെ സഭയുടെ മേജറായിട്ട് ഇവിടെ പലപ്പോഴും പല രൂപത്തിലുള്ള ആൾക്കാർ കാർട്ടൂൺ മെത്രാപ്പോലീസ് ചിത്രീകരിക്കുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസമയത്തും ഇല്ലാത്ത സമയങ്ങളിലൊക്കെ പല പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. ഞാൻ ഓർക്കുകയാണ്, നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പിന്റെ സ്ഥാനാരോഹണ ചടങ്ങില് അവിടെ ഇരുന്ന് റിസപ്ഷനില് നോട്ടീസും പേപ്പറൊക്കെ വായിച്ചുകൊണ്ടിരുന്ന കാവൽപ്പുരത്തോട് പറയുകയാണ്, നീ കഷ്ടപ്പെടുന്ന ഒത്തിരി എനിക്കറിയാം, കുറച്ച് കഴിയുമ്പോൾ നിന്റെ കാര്യം നോക്കിക്കൊള്ളാമെന്ന്. എന്തൊരു ദുരവസ്ഥ ഓർത്തെ. ഇതിനെ ഞാൻ മെത്രാനാക്കാമെന്ന് പറയുന്നത്. അതായത് വ്യാജരേഖപ്പെട്ട കേസ് അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ച കാവൽപ്പുരയിടം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇൻവാലിഡ് സെറ്റിൽമെന്റ് ചെയ്യാൻ വേണ്ടി കൂരിയ ഓഫീസിനെ മിസ്യൂസ് ചെയ്ത കാവൽപ്പുരയിടം. ഈ കാവൽപ്പുരത്തിന് മെത്രാനാക്കാമെന്ന് നമ്മൾ ഇൻഡയറക്ട്ലി പറയുന്നു. ഓർത്ത് നോക്ക്, തലശ്ശേരി രൂപയിൽ തലപ്പെടുന്നു വന്നിട്ട് പല ആൾക്കാരുടെ ആജ്ഞാനുവർത്തികളായിട്ട് ഇവിടെ ഇത് നടത്തുമെന്നാണ് പറയപ്പെടുന്നത്. പോലീസ് സേവന്മാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾക്കിവിടെ സമരം ചെയ്യണമെന്ന് കുടികിടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇവിടെയൊക്കെ ചാരുന്ന് സമരം ചെയ്യാനുള്ള കെൽപ്പും തന്നോടെ ഉണ്ട്. ആ തന്നോടെ നിങ്ങൾ കാണിക്കുക തന്നെ ചെയ്യേണ്ടത് യാതൊരു സംശയമില്ല. പിന്നെ ഞങ്ങളാരും ആരുടെ ഇന്നോവ തടയോ അല്ലെങ്കിൽ അകത്ത് ചേർന്ന വണ്ടികളും തടയാൻ ഉദ്ദേശിക്കുന്നു. പക്ഷെ ഞങ്ങൾക്ക് മൗലികമായിട്ട് അവകാശങ്ങൾ സമരം ചെയ്യാനുള്ള അവകാശങ്ങൾ ഞങ്ങൾ ചെയ്തിരിക്കും. അത് ആരൊക്കെ തടഞ്ഞാലും ഞങ്ങൾ ചെയ്യാനുള്ള സമരങ്ങൾ നടന്നിരിക്കും. അതിന് യാതൊരു സംശയമില്ല. ഇനി ഞങ്ങൾക്ക് പിതാക്കന്മാരോട് പറയാനുള്ളത്, കാലാകാലം അറിയാമല്ല, ഇന്ന് മുതൽ 31-ാം തീയതി വരെയാണ് സിനഡ് നീണ്ടു നിൽക്കുന്നത്. ഈ 31-ാം തീയതി വരെയുള്ള സമയങ്ങളിൽ എറണാകുളം അങ്കമാലി അതിലൂടെ കാര്യങ്ങൾ മാത്രം സംസാരിക്കാതെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇപ്പൊ നമുക്ക് തന്നെ അറിയാം സിനഡിൽ എന്താ സംസാരിക്കാൻ. വയനാട്ടിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വന്യജീവി പ്രശ്നങ്ങൾ, ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ച് 2 ദിവസത്തെ ധ്യാനം കഴിഞ്ഞ് പോകാൻ വേണ്ടിയാണെങ്കിൽ ഞങ്ങൾ സഭാമന്ദിരത്തെ കയറി ഇറങ്ങും. അതിനകത്ത് യാതൊരു സംശയമില്ല. ഞങ്ങൾ വിശ്വാസികൾ മടുത്തു. ഞങ്ങൾ വിശ്വാസികൾ തമ്മിൽ ഇടവുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയടത്തുന്ന സിറ്റുവേഷനിലേക്ക് മാറിയിരിക്കുകയാണ്. ഇതിനെല്ലാം കാരണക്കാണ് ഇച്ഛാശക്തിയില്ലാത്ത വാഴപ്പണ്ടി പിതാക്കന്മാരാണെന്ന് യാതൊരു സംശയമില്ല. അപ്പോൾ സിനഡിനോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, റാഫേൽ ഞങ്ങൾക്ക് പറയുവാനുള്ളത്, വല്ലപ്പോഴും ഒക്കെ സീരിയസ് ആയിട്ട് നിൽക്കുക. എപ്പോഴും തിരിച്ചു കൊണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ കോമാളി മെത്രാപ്പോലീസായിട്ട് പറയും. സഭയുടെ കാര്യങ്ങൾ ആർജവത്തോടെ തീരുമാനം നടത്താൻ തങ്കൂട്ടുമില്ലെങ്കിൽ രാജിവെച്ചിറങ്ങിപ്പോവുക. ഇവിടെ ഓരോരുത്തർക്കും ഒരു പിതാക്കന്മാർക്കും ഒരു സിനഡിനും നമ്മുടെ പോളിസിയെ ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള യാതൊരു ബാധ്യതയില്ല. നമ്മളൊക്കെ പണ്ട് അഹങ്കരിച്ചിരുന്നു. നമ്മുടെ 60 ലക്ഷത്തോളം സീറോ മലബാർ വിശ്വാസികൾ നമ്മുടെ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ പ്രശ്നങ്ങളില്ല, ഒരു പ്രശ്നങ്ങളുമില്ല, ഇടവെള്ളല്ല, അല്ല ഒറ്റക്കെട്ടാണ് ഞങ്ങളെല്ലാം. നമ്മൾ അഹങ്കരിച്ചിരുന്നു. അപ്പൊ നമ്മുടെ അഹങ്കാരങ്ങൾക്ക് അതിർത്തികൾക്ക് സമയമായിരിക്കുകയാണ്. കണ്ടില്ലേ കാട്ടുകള്ളന്മാരിരിക്കുന്നത് ഭവനികളെങ്കിലും പുത്തൻ വീട്ടിലും സഭാ സ്റ്റേഡിയത്തിലും ഒക്കെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നിങ്ങളുടെ എല്ലാം കൈകളിൽ കോടതിയിൽ നിന്ന് കെട്ടിയതാണ് 10,3500 പേരുള്ള പേപ്പറുകൾ ഡെയിലി വന്നുകൊണ്ടിരിക്കുകയാണ്. വ്യാജമായ കേസുകൾ കെട്ടിച്ചുകൊണ്ട് ഇതിലൊക്കെ എത്രയോ ഭേദമാണ് രാഷ്ട്രീയം. ഇതൊക്കെ എത്രയോ പേരാണ് രാഷ്ട്രീയക്കാര്. നമ്മളൊക്കെ ഇവിടെ രാഷ്ട്രീയക്കാരെ കുറ്റം പറയും. അങ്ങനെയല്ല, അവർ ഇച്ഛാശക്തിയോടെ കാര്യങ്ങൾ തീരുമാനമെടുക്കും. ഒരു മേജറാറ്റിനോട് ഞങ്ങൾ പറയുവാനുള്ളത്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എത്ര മതങ്ങൾ കെട്ടിയടച്ചാലും ഈ മുള്ളുവേലയിൽ കൂടെ ചാടാൻ ഞങ്ങൾക്ക് വലിയ സമയമൊന്നും വേണ്ട. മുള്ളുവേലയിൽ കൂടെ കയറി ഞങ്ങൾ അതിരൂപ ആസ്ഥാനത്ത് കയറി ഞങ്ങൾ കാര്യങ്ങൾ സംസാരിക്കുന്ന സമയങ്ങൾ അതിക്രമിച്ച് കടന്നു. എത്ര പോലീസിനെ വെച്ചാലും കയറണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കയറിയിരിക്കും. ഇതൊക്കെ ചാടിക്കയറാനുള്ള ആഗ്രഹങ്ങളെ കൊണ്ട് നിങ്ങൾ ആണുങ്ങളാ. ഞങ്ങളെല്ലാവരും നല്ല തറവാടി വന്ന ആൾക്കാരാ. മാർത്തോമ നസ്രാണി പാരമ്പര്യമുള്ളവന്മാരാ. കൈതൊട്ടാൻ വിശ്വസിക്കത്തുള്ളൂ, ഓർത്തോളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, കാവൽപ്പുരയിടത്തിനെ പോലെ തെമ്മാടിക്കൂട്ടങ്ങളെ അല്ലെങ്കിൽ പാലായിൽ മേധാരാജ് ബിഷപ്പിന്റെ ഒരു സെക്രട്ടറി വന്നിട്ടുണ്ട്. ധാർഷ്ട്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളോടൊക്കെ പറയാം, നിങ്ങൾക്ക് ക്രെഡിബിലിറ്റി ഉണ്ടോടാ, നീക്ക് സോഷ്യൽ മീഡിയ കൂടെ ഇടുവോടാ, വാകയില്ലാതെ ഞാൻ കാണിച്ചതാണ്. ചങ്കൂറ്റത്തോടെ വെല്ലുവിളിക്കാൻ തനിക്ക് പറ്റുമെങ്കിൽ ഇറങ്ങുവായിപ്പം, തനിക്ക് പറ്റുമെങ്കിൽ തന്നെ ഇറങ്ങുക. ഞങ്ങൾക്ക് പറയുവാനുള്ളത്, സഭയിലെ അച്ഛന്മാർ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. പണ്ട് നമ്മുടെ അച്ഛന്മാരൊക്കെ ബസ്സിൽ കയറി കഴിഞ്ഞാൽ അന്യമാസത്തിൽ എഴുന്നേറ്റ് മാറി തരുമായിരുന്നു. നമ്മുടെ അച്ഛന്മാർക്ക് ഒരു റെസ്പെക്ട് ഉണ്ടായിരുന്നു. നിങ്ങളായിട്ട് ക്രമസമാധാനത്തിൽ നിങ്ങളുടെ കൂടെ നിൽക്കും. അതുകൊണ്ട് നിങ്ങളാരും വിചാരിക്കണ്ട ഞങ്ങൾ ഇവിടെ ബഹളം വെക്കും. ഇല്ല, ബഹളം വെക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ലേ, ഞങ്ങൾ വിശ്വാസികളാണെന്നേ. ബഹളം വെക്കുന്ന ആൾക്കാരുണ്ട്, ശൈജുവാനെ പോലെ വിവേകോപനങ്ങൾ, അല്ലെങ്കിൽ ഇവിടുത്തെ കാവൽപ്പുഴ ചെമ്മാടികൾ, അവർ ബഹളം വെക്കും. ഞങ്ങൾ വെക്കത്തില്ല. ചില പിതാക്കന്മാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളെ തടയാനാണെങ്കിൽ അടുത്ത 2 ദിവസമായി ഒരു AC ബസ്സിലാണ് ഒരു മേൽജാത്രി എപ്പിസ്കോപ്പൽ അസംബ്ലി കൂടാൻ വേണ്ടി പാലായിക്ക് പോകുന്നത്. നിങ്ങൾ ഈ എറണാകുളം ഡിസ്ട്രിക്ട് വിട്ട് അങ്ങോട്ട് വരുമല്ലോ, വഴി തടയാൻ ഞങ്ങൾക്ക് തടയാൻ പറ്റും. അതിനുള്ള ബഹളമൊക്കെ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ തടയാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ പോയി അവിടെ സിനഡ് കൂടി കപ്പലണ്ടിയൊക്കെ തിന്നാൻ പറ്റും. ഒറ്റ കാര്യം, എറണാകുളം അങ്കമാലി അതിലുള്ള കാര്യത്തിൽ നിങ്ങൾ തീരുമാനം നടത്തില്ല എങ്കിൽ ഞങ്ങൾ വിശ്വാസം ഒറ്റക്കെട്ടാണ്. സൈനികരുടെ വിശ്വാസം ഒറ്റക്കെട്ടല്ല. നിങ്ങൾ പ്രതികരിക്കും. ഇവിടുത്തെ ഒറ്റ പിതാക്കന്മാരെ പുറത്തിറങ്ങാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ചങ്കൂറ്റോടെ പറയുക.
പിതാക്കന്മാരെ പോയി തൃശ്ശൂരിരിക്കേണ്ടി വരും, പറഞ്ഞേക്കാം. അതുകൊണ്ട് ഒന്നെങ്കിലും ഇവിടുത്തെ മുള്ളുവേലയുടെ പക്കം കൂട്ടിക്കുക, എത്രയും പെട്ടെന്ന് 2 ദിവസം കൂടട്ടെ, അല്ലെങ്കിൽ അതിന് കയറില്ല, ഞാൻ സംശയമില്ല. അതുകൊണ്ട് പറഞ്ഞേക്കാം, നിങ്ങൾ വിശ്വാസികൾക്ക് അകത്ത് കയറണം. നിങ്ങൾക്ക് അവിടെ അപ്പോയിന്റ്മെന്റ് വേണ്ട. നിങ്ങൾ പിതാക്കന്മാരെ കാണണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഫോൺ വിളിച്ചാൽ നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് തരണം. തന്നില്ലെങ്കിൽ മേടിച്ചിരിക്കും, എന്നത് യാതൊരു സംശയമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വാസികൾ പറയുവാനുള്ളത് ഇതൊരു സൂചനാ പണിമുടക്ക് മാത്രമാണ്. ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇവിടുത്തെ പിതാക്കന്മാരെ കൊണ്ട് ഞങ്ങൾ അവരുടെ ആണത്വം കാണിച്ചിരിക്കും, ഞങ്ങൾ അവരെ കൊണ്ട് പറയിപ്പിച്ചിരിക്കും, ഈ കുർബാനയോട് നടപ്പിലാക്കിപ്പിച്ചിരിക്കും എന്നത്തെ യാതൊരു സംശയമില്ല. അതുവരെ ഏതൊറ്റ മുറപ്പാടാണ് ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾ വിദ്യാസമ്പന്നരാണ്. കാനോനിക നിയമം നിങ്ങളെക്കാളും നല്ലതാണ് ഞങ്ങൾക്കറിയാം. ഇപ്പം കാനോനിക നിയമം നിങ്ങളെ പഠിപ്പിക്കാൻ തരുന്നുണ്ട്, എല്ലാ നിങ്ങളും ഞങ്ങൾ നിലവിലറിയാം. അതുകൊണ്ട് മര്യാദയ്ക്ക് ഈ സിനഡിലെങ്കിലും വിശ്വാസികളെ അടുപ്പിക്കാൻ തീരുമാനം എടുത്തില്ല എങ്കിൽ എടുക്കുക എന്ന് നമുക്ക് കണ്ടറിയാം. 31 തീയതി വരെ അണ്ടിപ്പരിപ്പ് മാറി നിന്നോണ്ടിരിക്കണേ ഞങ്ങളുടെ റിക്വസ്റ്റ് ആയത്. തീരുമാനമെടുത്ത് സഭയെ ശക്തിയോടെ നയിച്ച് നമ്മൾ 50 വർഷം പുറകോട്ട് പോയിരിക്കുക. ഈ 50 വർഷം പുറകോട്ട് പോയിരിക്കുന്നത് ഇനി എന്ന് തിരിച്ചുപിടിക്കും ദൈവത്തിനറിയാം. നമുക്ക് തിരിച്ചുപിടിക്കാൻ പറ്റൂല, നമ്മളൊന്നും ആൾക്കാർ ജീവിച്ചിരിക്കില്ല. അല്ലേശം ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടിയെങ്കിലും ഞങ്ങളുടെ 50 വർഷത്തെ നിങ്ങൾ കളഞ്ഞിട്ടുള്ള പാരമ്പര്യം തിരിച്ചു പിടിച്ച് നമ്മുടെ സഭയുടെ ഐക്യം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശക്തി ഈ കിഴവന്മാർക്ക് തരണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സഭാപിതാക്കന്മാർ ഇന്ന് ഞങ്ങൾക്ക് തോന്നുന്നു ബ്രഹ്മചര്യവും അനുസരണയും അതോടൊപ്പം തന്നെ സഹനവും പൊതുവ്രതമായി സ്വീകരിച്ചുകൊണ്ട് വൈദിക മേഖലയിലേക്ക് കടക്കുന്ന ഓരോ വൈദികരിൽ നിന്നുമാണ് ഇന്നത്തെ ബിഷപ്പുമാരും ഇന്നത്തെ വലിയ ആർച്ച് ബിഷപ്പ് അടക്കമുള്ള ഇത്തരത്തിലുള്ള ഹൈറാർക്കി അടിസ്ഥാനപ്പെടുത്തി മാർപ്പാപ്പ മുതൽ വൈദികൻ വരെയുള്ളവരുടെ അരുളപ്പാടുകളെ അവരുടെ വാക്കുകളെ നെഞ്ചിലേറ്റുന്നവരാണ് പ്രിയപ്പെട്ട സഭാവിശ്വാസികൾ. പക്ഷേ ഇന്ന് ഈ പറയുന്ന ആളുകളുടെ സഭാപിതാക്കന്മാരുടെ പോലും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഈ വിശുദ്ധ കുർബാന തർക്കം നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒന്നുണ്ട്. ഇത്തരത്തിലുള്ള സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഓരോരുത്തരും പ്രിയപ്പെട്ടവരെ യഥാർത്ഥ വിശ്വാസികളെ യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്യുകയാണ്, യഥാർത്ഥ വിശ്വാസികളുടെ വിശ്വാസത്തെ ഇല്ലായ്മ ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം നടന്ന വാഹന പ്രചരണ ജാഥയിൽ പോലും ഞങ്ങൾ സൂചിപ്പിച്ച ഒന്നുണ്ട്. തുടർന്നുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് ഉറക്കമില്ലാത്തതാണ് എന്നുള്ളതാണ്. ആ ഉറക്കമില്ലാത്ത ദിവസങ്ങൾ നിങ്ങളുടെ മുൻപിൽ വരുന്നത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇന്ന് പോലീസിനെ, നിയമത്തെ, യേശുവിന്റെ നാമത്തിൽ നിൽക്കുന്ന ഒരു വിശ്വാസ കവാടത്തിൽ പോലും പ്രിയപ്പെട്ടവരെ നിങ്ങൾ പോലീസിനെ വിളിക്കേണ്ട ഗതികേടിലേക്ക് നിങ്ങൾ തരം താണത് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ചെയ്തികൾ കൊണ്ടാണ് എന്നാണ് ഞങ്ങൾക്ക് ആദ്യമായി പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിനോട് ബഹുമാനമുണ്ട്. അവരെ ഈ കേരളത്തിന്റെ നിയമവ്യവസ്ഥകൾക്കനുസരിച്ച് അവരിലോട് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടപ്പോൾ പ്രിയപ്പെട്ടവരെ അവർ നൽകിയ പ്രൊട്ടക്ഷനാണ് ഞങ്ങളെ ഈ പടിക്ക് പുറത്ത് നിർത്തിയിരിക്കുന്നത്. നീതിമാൻ പടിക്ക് പുറത്തും കള്ളന്മാരും കൊള്ളക്കാരും പടിക്കകത്താകുന്ന പുതിയ ലോകമാണ് ആധുനിക ക്രൈസ്തവ സഭയിൽ സീറോ മലബാർ സഭയുടെ ഈ മൗണ്ട് തോമസിന്റെ മുൻപിലിരിക്കുന്നത് എന്ന് പറയുമ്പോൾ മർത്തോമ ക്രിസ്ത്യാനികൾ, നിങ്ങൾക്കറിയാം തോമസ് ലീഗയുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ നിങ്ങൾക്കറിയാം വിശ്വാസത്തിനു വേണ്ടി, സ്വന്തം വിശ്വാസത്തിനു വേണ്ടി ദൈവത്തിന്റെ മുൻപിൽ, ഈശോയുടെ മുൻപിൽ സ്വന്തം വിശ്വാസത്തിനു വേണ്ടി ദിവസങ്ങൾക്ക് ശേഷവും തന്റെ പിതാവിനെ കാണപ്പെട്ടുകൊണ്ട് മാത്രം വിശ്വസിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ അത്രയും ബലമുള്ള തോമസ് ലീഗയുടെ മക്കൾ പറയുന്നു, നാളെ ഈ സീറോ മലബാർ സഭയിൽ കൃത്യമായ ഏകീകൃത കുർബാന നടപ്പാക്കപ്പെടും. ജോസഫ് ഇവിടെ സൂചിപ്പിച്ചു, ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി മരണം വരെ സമരം ചെയ്യുന്ന, മരണം പോലും ഭരിക്കുവാൻ തയ്യാറുള്ള യഥാർത്ഥ വിശ്വാസികളാണ് കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ചു പടത്തലവന്മാരും പടയാളികളുമാണ് ഇവിടെ കൂടിച്ചേർന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരവസരത്തിൽ ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഓരോ അൽമായനെയും കൊഞ്ഞലം കുത്തുന്ന തീരുമാനങ്ങളാണ് നാളിതുവരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ എടുത്തിട്ടുള്ളത് എന്നുള്ള യാഥാർത്ഥ്യം. ബസിലിക്കയുടെ മുൻപിൽ നീണ്ട 2-3 വർഷമായി നിങ്ങൾ നടത്തുന്ന ഈ പൊറോട്ട് നാടകം ഇനി ഈ മൗണ്ട് തോമസിലെ ഓരോ സിനഡ് കഴിയുമ്പോഴും നിങ്ങൾ നടത്തുന്നത് പ്രിയ
തീരുമാനങ്ങളാണ്. ഞങ്ങൾക്കറിയാം, ഒരു കാലഘട്ടത്തിൽ കാനോനിക നിയമങ്ങളെ കുറിച്ച് അൽമായന് അറിവുണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ വിശുദ്ധ കുർബാനയുടെ പേരിൽ നിങ്ങൾ നടത്തിയ ഓരോ തീരുമാനങ്ങളും, നിങ്ങൾ നടത്തിയ ഓരോ വെള്ളം ചേർക്കലുകളും, നിങ്ങൾ നടത്തിയ ഓരോ കരിഞ്ചന്ത പണികളുമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഇത്തരത്തിലുള്ള വിശ്വാസത്തെ ധ്വംസിക്കുന്ന, വിശ്വാസത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഇത്തരം പ്രവർത്തികളാണ് പ്രിയപ്പെട്ടവരെ. അൽമായർ കൃത്യമായി കാനോനിക നിയമങ്ങൾ ഇന്ന് പഠിച്ചവരാണ്, പഠിക്കുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, 13 വർഷം മുതൽ 30 വർഷം വരെ ദൈവശാസ്ത്രത്തെ കുറിച്ച് തീസിസുകൾ ഇന്ത്യയിലും യൂറോപ്പിലും വരെ കൃത്യമായ ദൈവശാസ്ത്ര തീസിസുകൾ സമർപ്പിച്ചിരിക്കുന്ന ഈ ബഹുമാനപ്പെട്ട ഡോക്ടറേറ്റ് വരെയുള്ള ബിഷപ്പുമാർ, സിനഡ് പിതാക്കന്മാർ ഇന്ന് ഈ കാനോനിക നിയമത്തിന്റെ പേരിൽ വെള്ളം ചേർക്കാനുള്ള കാനോനിക നിയമ വ്യവസ്ഥകളിൽ ഒരേ ബലിവേദിയിൽ 2 തരം കുർബാനകൾ നടത്തുക എന്നത് ലോകത്തെ ക്രൈസ്തവ വിശ്വാസത്തെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ആഗോള ക്രൈസ്തവ വിശ്വാസികളിൽ സീറോ മലബാർ സഭയുടെ നിയമങ്ങളും വ്യവസ്ഥകളും വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും അത് പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കുന്ന ഓരോ അൽമായനും അറിയാം, ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കപ്പുറത്തേക്ക് യഥാർത്ഥ ദൈവ അരുളപ്പാടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഏകീകൃത കുർബാന നടപ്പാക്കുന്നതിൽ നിന്നും നിങ്ങൾക്ക് ഒരിക്കൽ പോലും പിന്നോട്ട് പോകാൻ കഴിയില്ല. അത്തരത്തിലുള്ള ഒരു നിയമവ്യവസ്ഥ നിങ്ങളുടെ മുൻപിലില്ല എന്നിരിക്കെ ഞങ്ങളടങ്ങുന്ന അൽമായനെ വിശുദ്ധ കുർബാനയുടെ പേരിൽ മൗണ്ട് തോമസിന്റെ മുൻപിലേക്ക് എത്തിക്കുന്നതിന്റെ ലജ്ജയില്ലേ പ്രിയപ്പെട്ട പിതാക്കന്മാർക്ക് എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളത്. ഇനിയും നിങ്ങളുടെ കണ്ണു തുറക്കാത്തതെന്തുകൊണ്ട്? ഇനിയും ഒറ്റപ്പെട്ട ശബ്ദമായി ഇതിനെ കാണുന്നതെന്തുകൊണ്ട്? പ്രിയപ്പെട്ടവരെ, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, ഭക്ഷണം കഴിച്ചും സഹനത്തിന്റെ പേര് ഇല്ലാതാക്കിക്കൊണ്ടും രക്തച്ചൊരിച്ചിലുള്ള ചേരികളാക്കി സഭാവിശ്വാസികളെ അധംപതിപ്പിക്കുന്ന നിങ്ങളുടെ ഇത്തരത്തിലുള്ള ചെയ്തികൾക്ക് ഇനിയും അറുതി വരേണ്ടതില്ലേ? ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളത്, ഈ സിനഡ് കഴിയുമ്പോൾ ഞങ്ങളുടെ പ്രതിഷേധത്തിന്റെ മാറ്റൊലികളെ കുറിച്ച്, പ്രതിഷേധത്തിന്റെ ശബ്ദത്തിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കും.